ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇനി നമുക്കൊരു നോമ്പ് തുറയുടെ വീഡിയോ ഉണ്ടല്ലോ. എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ നോമ്പ് തുറ. എന്താ ഓരോരുത്തരുടെ പൊരിക്കടികൾ എന്താ ഉരുട്ടുണ്ടായിരുന്നു. പിന്നെ അതാ പത്തിരി ഉണ്ടാക്കണ്ടേ. ഈ വീഡിയോ ഞാൻ റമദാൻ 7-നെടുത്ത വീഡിയോ ആണ്. ഞാൻ ഇടാൻ കുറച്ച് ലൈറ്റായി പോയി. പിന്നെ അതാ ഉന്നക്കായ ഉണ്ടായിരുന്നു, കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അതാ ഇറച്ചി കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ അതാ സമോസ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളപ്പുറത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കണ്ടേ. അവിടെ എല്ലാ പൊരിക്കടികളും റെഡി ആയിട്ടുണ്ട്. ഒക്കെ പാത്രത്തിലൊക്കെ വെച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ ചെയ്യുക കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തു, അത് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോയി വെച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർമെലൻ, കുക്കുംബർ, ഓറഞ്ച് അങ്ങനെ പല ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. എന്താ ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അതാ ഇവിടെ ചിക്കൻ പൊരിക്കണ്ടേ. ഇത് ചിക്കൻ പൊരി മാസ്റ്റർ ആട്ടാ. നോമ്പായതുകൊണ്ടാട്ടാ ഈ പാത്രം ഇങ്ങനെ നിറച്ചു ഇങ്ങനെ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പകുതിയായിട്ടുണ്ടാവുമായിരുന്നു. പിന്നെ എന്താ ഒക്കെ അവിടെ ടേബിളുമ്പോൾ റെഡിയാക്കണേ. പെട്ടെന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു, പച്ചവെള്ളം ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെച്ച് ബാങ്ക് കൊടുക്കാനുള്ള വെയിറ്റിങ്ങിലാട്ടാ. എല്ലാവരും ഇങ്ങനെ ബാങ്കിന് വെയിറ്റ് ചെയ്തിട്ടിരിക്കാട്ടാ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്നു കേട്ടാ. എല്ലാ പൊരിക്കടികളും എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ അതാ പത്തിരി, ബിരിയാണി, ചിക്കൻ പൊരിച്ചത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ അതാ എല്ലാവരും നിസ്കരിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും എനർജി ആയി. എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കൂട്ടാ. പിന്നെ അതാ എല്ലാവരും നല്ല രസത്തിൽ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി, ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനത്തെ എല്ലാവരും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലവരൊക്കെ കഴിച്ചു കഴിഞ്ഞു, എണീറ്റ് പോയി. ചിലവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടാ.
ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മൻ്റെ വല്യമ്മ. എന്തെല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നേരെ വരുന്നടിയിൽ കൂടെ കുലുക്കി ബൂസ്റ്റ്, സർബത്ത് അങ്ങനത്തെ ഓരോരോ ഇതുള്ള കടകളൊക്കെ കണ്ടു. ഞങ്ങൾ ടോക്കണൊക്കെ എടുത്തിട്ട് സാധനം വാങ്ങാൻ കയറി. ഉപ്പിലിട്ട മാങ്ങ വാങ്ങി, പലതായിട്ട് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടത്, ഉപ്പിലിട്ടത്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. പേരക്ക, മാങ്ങ, ബീട്രൂട്ട്, മുളക്, ക്യാരറ്റ്, നെല്ലിക്ക, കോവക്ക, പൈനാപ്പിള്, പല ഐറ്റംസും ഉണ്ട്. പിന്നെ നേരെ അപ്പുറത്ത് കുലുക്കി ബൂസ്റ്റ് ഉണ്ടാക്കണ്ടേ. ഞങ്ങൾ കുലുക്കി ബൂസ്റ്റ് കുടിച്ചു. അതൊക്കെ ഉണ്ടാക്കേണ്ട ഇങ്ങനെ നോക്കിക്കാൻ ഭയങ്കര രസമാട്ടാ. ഒരു സ്പീഡ് ഇങ്ങനെ ചെയ്യണതോ ഒക്കെ കാണാൻ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇത് കുടിക്കാനൊക്കെ. ഈ നോമ്പിന് മാത്രമായിട്ട് അതിങ്ങനെ ഉണ്ടാവല്. നോമ്പായിരുന്ന കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാവല്. പിന്നെ അത് പാലിങ്ങനെ പൊന്തിച്ച് പാരും, അതൊക്കെ കാണാൻ ഭയങ്കര രസമാട്ടാ. അങ്ങനെ കുലുക്കിയിട്ട് ഓരോന്നിങ്ങനെ മുമ്പിൽ ഇങ്ങനെ വെച്ച് തരും. പിന്നെ അത് അടുത്ത ഐറ്റം മുട്ടക്കുൽഫി. ആദ്യമായിട്ടാട്ടോ ഞാൻ കേൾക്കണതും കാണണതും കഴിക്കണതും. ഇവിടെ മുട്ട താട്ടി കട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ മുട്ട അതെ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ പൊന്തിച്ചെടുക്കും. നല്ല വലിപ്പമുണ്ട്. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് ചെറുതാണ് കിടന്നത്, പക്ഷെ പൊന്തിച്ചപ്പോഴല്ല മനസ്സിലായിരുന്നു നല്ല വലിപ്പമുണ്ടെന്ന്. അങ്ങനെ അത് മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത്, കുരുമുളക് പൊടിയും മയോണൈസൊക്കെ തേച്ചിട്ട് അത് ഞങ്ങൾ പാക്ക് ചെയ്തു വീട്ടിൽ കൊണ്ടുപോകാൻ. പിന്നെ അതാ ഉരുളങ്ങേങ്ങ് കൊണ്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ഉരുളങ്ങേങ്ങ് പൊരിച്ചിട്ട് ഉണ്ടാക്കിയത്. പിന്നെന്താ പല സാധനങ്ങൾ